കുഞ്ഞാപ്പോ എന്റെ ഉമ്മക്ക് എന്ത് പറ്റും? എന്റെ ഉമ്മക്ക് ഇടക്കിടക്ക് ലീവാണല്ലോ. അതൊന്നും പറയണ എന്റെ സാത്താ, ഇമ്മാന്റെ കാര്യം കഷ്ടം തന്നെയാണ്. ഇമ്മാക്ക് വയ്ക്കുമ്പോ ഞാൻ ഈ പണിക്ക് എന്റെ ആവശ്യം എന്താ ഇക്കങ്ങ് ഊര വേണ്ടിട്ടും വെച്ച. നിങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് നിക്കണെന്തിനാ? അവത്തേക്ക് പോയിക്കൂടെ? എന്റെ ഉമ്മക്ക് എന്താ പറ്റി? ഇമ്മാക്ക് പറ്റിയ പറഞ്ഞേരാ. നിങ്ങൾ അവത്തേക്ക് പോവുക? ഞാൻ ഒത്തു പറ്റി പണി വർത്താനം പറയും ചെയ്തോ, അടിച്ചു വരും ചെയ്തോ. അത് ശരിയല്ലേ. നിങ്ങൾ പോയ കുറച്ച് ഇരിക്കാണ്ടിട്ടേ എനിക്ക് ഇരിക്ക പണി ചെയ്തിരിക്ക. പണി കഴിഞ്ഞിട്ട് ഇരിക്കാൻ നിങ്ങൾ നല്ല തരും. അപ്പൊ നിങ്ങൾ പറയാ ചൗരി കൊണ്ടിടാൻ പറയും. പിന്നെ അത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും വെറുതെ കൊണ്ടിടാൻ പറയും. ഞാൻ എനിക്ക് ശമ്പളം തരുന്നില്ല, ഉമ്മാക്കും മോൾക്ക് ശമ്പളം തരുന്നില്ല. എനിക്ക് തരുന്നില്ല. ഉമ്മാക്ക് അത് ഉമ്മ പറയും ചെയ്ത് നിങ്ങൾ അങ്ങനെ കജ്ജൊന്നും നീളില്ലാന്ന് പറഞ്ഞു. നീളുമ്പോ തന്നീന്ന് എന്റെ അമ്മ. അതറിയ നിങ്ങള് ഉമ്മാക്ക് എന്ത് പറ്റിയ പറഞ്ഞില്ല? എന്താ സന്തോഷം. എന്റെ അമ്മക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടീട്ട് പറയും. ഉമ്മാക്ക് എന്താന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. ഇമ്മാക്ക് ഒന്നും പറ്റില്ല. ഇമ്മാക്ക് പനി പിടിച്ചിപ്പോ ഉമ്മാക്ക് ഒന്ന് വെച്ചാത്തായി. അപ്പൊ ഉമ്മ എന്താണ് ഒന്ന് വീണ്. അപ്പൊ ഉമ്മാക്ക് പ്രഷറുണ്ടല്ലോ, അത് വന്ന് വന്നപ്പോ ഉമ്മ അവിടെ മൂത്തുമ്മ വന്നിരുന്നു. അപ്പൊ മൂത്തുമ്മ കണ്ട്. അപ്പൊ മൂത്തുമ്മ കണ്ടപ്പോ മൂത്തുമ്മാട് പറയുമ്പോ മൂത്തുമ്മ വർത്താനം പറഞ്ഞിട്ടാണ് പോയി. അപ്പൊ മൂത്തുമ്മ അത് അമ്മായിനോടൊക്കെ ചെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് പറയണ അമ്മായിയും പേരക്കുട്ടികളും മക്കളും മൂത്താപ്പിയും എല്ലാരും വന്ന്. എല്ലാരും വരുമ്പോ എല്ലാം കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഉമ്മാക്കും മകനക്ക് ഇരുന്ന് തിന്നാനൊക്കെ. അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞങ്ങളും വിചാരിച്ച് അല്ലാ ഇനിയിപ്പോ ഉമ്മാക്ക് കായൊക്കെ കിട്ടുമല്ലോ, ഡോക്ടറെ കാണിക്കും ചെയ്യാലോ, അങ്ങനൊക്കെ വിചാരിച്ച് ഞങ്ങൾക്ക് ഇരട്ടി പണിയായി. അല്ല കായും കിട്ടിയിട്ടുണ്ടാവും. കായും തന്നില്ല. അമ്മായും ഇതൊക്കെ അവിടെ ഇരുന്നിട്ടാ. എന്നിട്ട് മൂത്താപ്പ പറഞ്ഞു മൂത്തമാനോട് ഇവിടെ നിന്നോ, ഓർക്ക് പറ്റാത്തല്ലേന്ന് പറഞ്ഞു. സഹായിക്കാൻ വേണ്ടി നിർത്തിണ്ടാവും. സഹായിക്കാൻ നിർത്തി കുടുങ്ങി. മൂത്തുമാക്കാണെങ്കിൽ പച്ചമീൻ ഇല്ലാതെ ചോറ് തിന്നാനും പറ്റൂല. മീനും മേടിക്കില്ല. എപ്പോഴും കുറച്ച് മീൻ മേടിച്ചു കൊടുത്തൂടെ? കേക്ക് നിങ്ങള് ഉമ്മ എന്താച്ച് കായിട്ടുന്ന് അങ്ങനെ ഇങ്ങോട്ട് പറയാന് വന്ന് ഉള്ള പഞ്ചാരം ചായപ്പണി തീർന്നല്ലാതെ ഒരു 5 കായ് ഉമ്മാ കൊടുത്തില്ല. ഇനിയും വരും. കുടുംബക്കാരെ കൈ മുറിഞ്ഞെടുക്കല്ലേ, ഇനിയും വരും. അപ്പൊ കജ്ജൊന്നും പറഞ്ഞിട്ടില്ല. പനി പിടിച്ചതാ. നിങ്ങള് ഓരോന്ന് പറഞ്ഞിട്ടാക്കണ്ടട്ടാ. ഇങ്ങനെ പിരാഗിട്ട് എന്റെ ഉമ്മാനെ കച്ചി മുറിയില്ലേ? ആ പിരാഗി തട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞത്? ഉമ്മ പനി പിടിച്ച് വീണ്. ഉമ്മ പനി പിടിച്ച് വീണിട്ട് കജ്ജൊന്നും മുറിഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോരോ പറയട്ടാ. അങ്ങനെ കേട്ടി ഇമ്മാന്റെ പ്രഷർ കുറഞ്ഞ ഇമ്മാന്റെ പ്രഷർ കൂടി. ഇത് കൂട്ടുണ്ടാവും. ഞാൻ കൂട്ടല്ലേ. ഇവരൊക്കെ പാടി കണ്ടപ്പോ പണിയെടുപ്പിച്ചിട്ട് പാവത്തിനെ ഇവരൊക്കെ പാടി കണ്ടപ്പോ പ്രഷർ കൂടിയാണ്. ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും നല്ല കൊണ്ടുവരും. ഇതിപ്പോ ഇങ്ങോട്ട് ആര് പറഞ്ഞെന്ന്? എനിക്കറിയാം. അമ്മ ഫോൺ വിളിച്ചാ? അമ്മ ഫോൺ വിളിക്കൊന്നും വേണ്ട. എനിക്ക് നല്ലോണം അറിയാം അമ്മാന്റെ മോന്. ഫോൺ വിളിച്ചിട്ടില്ല? വിളിച്ചിട്ടില്ല. പണിയൊക്കെ ചെയ്തോട്. എന്നിട്ട് വേറെ കുറച്ചും കൂടി പണി ഉണ്ട് കഴിഞ്ഞിട്ട്. അതിപ്പോ നിങ്ങള് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാലോ നിങ്ങളെ ജയിപ്പിക്കുന്നുള്ളത്. ഉമ്മ പറയും ചെയ്തിരിക്കണം. വല്ലാത്ത പണിയൊന്നും എടുക്കണ്ട. ഉള്ള നേരം തട്ടിമുട്ടി നിന്നോണ്ട് എന്നിട്ട് ഞാൻ വെറുതെ അല്ലല്ലോ നമുക്ക് അതിനായിട്ട് ഞാൻ എന്താ ഒരു ഉമ്മ വരെ 150 രൂപ അതിനാണ് എല്ലാ പണി ജയിപ്പിക്കും. ഭയ കൂട്ടാനുണ്ട് അവൻ തരും. എന്താണ് ഇല്ലാത്തൊക്കെ ഉമ്മ മേടിച്ചോണ്ടോ എന്റെ കുഞ്ഞാപ്പൂനാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ മരുമകൾ ഇവിടെ ഇല്ലല്ലേ? മരുമകളൊക്കെ ഉണ്ട്. ഇവിടെ അടുക്കളയിലാണ്. അല്ല മിഞ്ഞാന്നുണ്ടായിട്ടില്ലല്ലോ? മിഞ്ഞാന്നുണ്ടായിട്ടില്ല. എന്റെ അമ്മ നിങ്ങളെ കൂട്ടാൻ കൊടുത്തയച്ചത് തൊള്ളേല് വെക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉമ്മ എന്നോട് പറഞ്ഞേ നിസാത്താന്റെ മരുമകൾ അവിടെ ഇല്ലാടാ, മരുമകളുണ്ടെങ്കിൽ നല്ല കൂട്ടാൻ അവള് ഇന്നേ വന്നത്. അപ്പൊ ഇന്ന് നല്ല കൂട്ടാൻ ഉണ്ടാവും. തന്നായിട്ടാ പോകുമ്പോ തരണ്ട് കുറച്ച്. പണിയൊക്കെ ചെയ്തിട്ടേ ചായ കുടിക്കാം. ചായ എന്തുണ്ടാക്കി? ചായ തന്നാലും അത് കഴിഞ്ഞ് പണിയെടുത്താ പോരെ? അല്ലാതെ പണി എടുക്കുന്നത് ചായ കുടിക്കാം. നിങ്ങളെ ഇങ്ങനെ പണിയെടുക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റൂല. നിങ്ങൾ അങ്ങോട്ട് ഓടി തങ്ങി നിക്കി. ഞാൻ നിൽക്കാം. ഞാൻ പോയാൽ എനിക്ക് ഒരു പാത്ത് കുത്തിയിരിക്കാനാണ്. സത്യം പറയും. ഇത് നിങ്ങളോട് ആരെ പറഞ്ഞാൽ എന്നെ കണ്ട എനിക്കറിയാം. നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് എന്നാളൊരു ദിവസം അല്ലാ ഇന്നാള് ഒരു തലവേദന ആയപ്പോ ഞാൻ അവിടെ കുത്തിയിരുന്ന നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഞാൻ കണ്ടിരുന്നു. എന്നെ പണിയെടുക്കാൻ വിളിച്ചിട്ട് ഇന്നെ കാണാതെ മറു പോയി നിൽക്കുക. അത് കണ്ടുപിടിച്ചാ ഇതില്ല ഞാൻ ശരിയാവൂല. പണിയൊക്കെ ചെയ്ത് ചായയും തരണ്ട് പോകുമ്പോ കായും തരണ്ട്. ഞാൻ പണി നോക്കിക്കോ. ആ ചൂട് തീർക്കലൊന്നും കളയണ്ട.
ഇത് 100-നുണ്ടെന്നോ? 100-നുണ്ട്. ഇത് ഒന്ന് പോയിട്ടില്ലല്ലോ. ഇതാ കിടക്കണ്. രണ്ട് തീർക്കണിന്റെ ആകെ എടുക്കുന്നു. എവിടെ? ഇത് 5-എണ്ണം 5-എണ്ണം ഉണ്ട്. ഇത് പണിയൊക്കെ ചെയ്തു. 5-എണ്ണം ഉണ്ട്. എന്നിട്ടേ തള്ളക്ക് തുള്ളി കൂട്ടാൻ കൊണ്ടുകൊടുത്താളാ. ഞാൻ ഇപ്പൊ തന്നാളി. അത് കൊണ്ടുകൊടുത്തിട്ട് വരാം. പോകുമ്പോ തരണ്ട്. നിങ്ങളോട് ചോറ് വെച്ചിട്ടില്ലല്ലേ? ചോറൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ കൂട്ടാൻ വെച്ചിട്ട് ചോറ് വെക്കണ്ടേ? അല്ല, ഒരു തേങ്ങ എടുക്കണ എടുത്തോണ്ട് കണ്ടിച്ച് അതൊക്കെ ഇവിടെ ഇപ്പൊ തേങ്ങ നല്ല വില. ചോര നല്ല വിലയുള്ള തേങ്ങ എന്ത് കണ്ടാലും ആവശ്യം. ഞാൻ പറഞ്ഞിട്ട്